നമസ്കാരം. തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാമദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. ചിറ്റിലപ്പിള്ളിയിൽ വൃദ്ധ സഹോദരിമാരെ മന്ത്രവാദിനി ചമഞ്ഞ് മയക്കി കിടത്തി സ്വർണവും പണവും കവർന്ന സ്ത്രീ പിടിയിൽ. തിരുവനന്തപുരം സ്വദേശിനി ഗിരിജയാണ് അറസ്റ്റിലായത്. ജില്ലയിലെ 16 ബ്ലോക്ക് പഞ്ചായത്തുകളും നിലനിർത്തണമെന്ന് LDF ജില്ലാ കമ്മിറ്റി. അഴിമതിക്കെതിരെ 20 നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് സായാഹ്ന ധർണ സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ. മുല്ലശ്ശേരിയിൽ 2.5 കിലോ കഞ്ചാവുമായി 2 യുവാക്കളെ പാവറട്ടി പോലീസ് പിടികൂടി. തമിഴ്നാട് സ്വദേശി മുരുകൻ, എടക്കളത്തൂർ സ്വദേശി ശരത് എന്നിവരാണ് അറസ്റ്റിലായത്. പിടിയിലായത് കഞ്ചാവ് മൊത്തവിൽപ്പന സംഘത്തിലെ പ്രധാനികൾ. പാവപ്പെട്ടവർക്ക് സമ്പൂർണ്ണ സാമൂഹിക സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് MLA. സാംസ്കാരിക രംഗത്ത് സ്വീകരിക്കേണ്ട സമീപനം വിശാലമാകണമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തെ ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരണമെന്ന ആവശ്യം ഇനിയും സഫലമായില്ല. പുതിയ കെട്ടിടത്തിൽ എല്ലാ വിഭാഗങ്ങളും ഉൾക്കൊള്ളിക്കും വിധത്തിലുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണമെന്ന നിർദ്ദേശവും അവഗണനയിൽ. ഞാൻ സിജി ജോസ്. വിശദമായ വാർത്തകളിലേക്ക്. ചിറ്റിലപ്പിള്ളിയിൽ മയക്കുമരുന്ന് നൽകി വൃദ്ധ സഹോദരികളെ മയക്കി 23.5 പവൻ സ്വർണ്ണാഭരണവും 40,000 രൂപയും കവർന്ന കേസിൽ മന്ത്രവാദിനി ചമഞ്ഞ സ്ത്രീയെ SP N വിജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഷാഡോ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം സ്വദേശിനി ഉണ്ണിനിവാസിൽ ഗിരിജയെന്ന വല്ലങ്കോട് ഗിരിജയാണ് വൃദ്ധ സഹോദരിമാരെ മയക്കി പണം കവർന്ന കേസിൽ ഗുരുവായൂരിൽ നിന്ന് പോലീസ് പിടികൂടിയത്. അറസ്റ്റിലായ ഗിരിജയിൽ നിന്ന് മയക്കുമരുന്ന് കലർന്ന പൊടിയും തൊണ്ടി മുതലായ 9 പവനും അന്വേഷണ സംഘം കണ്ടെടുത്തു. ചിറ്റിലപ്പള്ളി സ്വദേശിനി കോട്ടിലപ്പുറത്ത് സരോജിനി, സഹോദരി കാർത്തേയനി എന്നിവരെ മയക്കിയാണ് മന്ത്രവാദിനി ചമഞ്ഞ ഗിരിജ സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. കഴിഞ്ഞ മാസം 28-ന് മുതുവറ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചാണ് സരോജിനിയെ ഗിരിജ പരിചയപ്പെടുന്നത്. തനിക്ക് വിവിധ സർക്കാർ സ്ഥാപനങ്ങളും ചാരിറ്റി സ്ഥാപനങ്ങളും പരിചയമുണ്ടെന്നും പാവപ്പെട്ട വീട്ടിലെ സ്ത്രീകളായതിനാൽ സർക്കാർ സഹായം ലഭിക്കാൻ സഹായിക്കാമെന്നും വിശ്വസിപ്പിച്ച് ഗിരിജ കാർത്തേയനിയുടെ വീട്ടിലെത്തുകയായിരുന്നു. വീട്ടിൽ ചെന്ന ഗിരിജ കാർത്തേയനിയുടെ അസുഖവിവരങ്ങൾ മനസ്സിലാക്കി. അസുഖം മാറാൻ തന്റെ കയ്യിൽ ഒറ്റമൂലിയുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു. ഇതിനിടെ സർക്കാരിൽ നിന്ന് ധനസഹായം ലഭിക്കണമെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കാത്ത ഫോട്ടോ വേണമെന്ന് പറഞ്ഞ് സ്വർണ്ണാഭരണങ്ങൾ തന്ത്രപൂർവ്വം അഴിച്ചുവെപ്പിച്ചു. പിന്നീട് ബാഗിലുണ്ടായിരുന്ന മയക്കുമരുന്ന് കലർന്ന പൊടി 3 ഗ്ലാസ് വെള്ളത്തിൽ കലക്കി 3 വൃദ്ധ സഹോദരിമാരെ കൊണ്ട് കുടിപ്പിക്കുകയായിരുന്നു. ഇതിൽ 2 സഹോദരിമാർ വെള്ളം കുടിക്കുകയും മറ്റൊരു സഹോദരി രുചിവ്യത്യാസത്തെ തുടർന്ന് കുടിക്കാൻ വിസമ്മതിക്കുകയുമായിരുന്നു. വെള്ളം കുടിക്കാത്ത സഹോദരിയെ തന്ത്രപൂർവ്വം പുറത്തേക്ക് പറഞ്ഞയച്ച ശേഷമാണ് സ്വർണ്ണാഭരണങ്ങളും പണവും മോഷ്ടിച്ച് ഗിരിജ മുങ്ങിയത്. 2 വർഷം മുമ്പ് തമിഴ്നാട്ടിലെ ജയിലിൽ നിന്നിറങ്ങിയ ഗിരിജ സമാന രീതിയിൽ കവർച്ച നടത്തിയിട്ടുള്ളതായി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ക്ഷേത്രങ്ങളിലും ബസ് സ്റ്റാൻഡുകളിലും മറ്റു സ്ഥലങ്ങളിൽ വെച്ചും പ്രായം ചെന്ന സ്ത്രീകളെ പരിചയപ്പെട്ട ശേഷം വീട്ടിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും രോഗങ്ങളും മന്ത്രവാദത്തിലൂടെയും ഒറ്റമൂലിയുടെയും മാറ്റാമെന്ന് വിശ്വസിപ്പിച്ച് തട്ടിപ്പ് നടത്തുകയാണ് ഇവരുടെ രീതി. വീടുകളിൽ മന്ത്രവാദ ചടങ്ങ് നടത്തി പ്രസാദമായി മയക്കുമരുന്ന് കലർന്ന വെള്ളം നൽകി സ്വർണവും വിലപിടിപ്പുള്ള വസ്തുക്കളും മോഷ്ടിക്കുന്നതാണ് ഗിരിജയുടെ പതിവെന്ന് പോലീസ് പറഞ്ഞു. ഇവരുടെ വീട്ടിൽ ചെന്നു, അപ്പം മറ്റവരെയും പരിചയപ്പെടുത്ത ഇതെല്ലാം അപ്പം നോക്കിയപ്പം ഈ സ്ത്രീകൾക്കെല്ലാം മരുന്ന് കഴിക്കാനും മറ്റൊക്കെ ഗുളികകളും മറ്റൊക്കെ ഇരിക്കുന്നത് കണ്ടു. അപ്പം നിങ്ങളുടെ അസുഖങ്ങളും ഞാൻ മാറ്റി തരാം, എനിക്ക് നല്ല മരുന്ന് ഒറ്റമൂലി മരുന്ന് എൻ്റെ കയ്യിലുണ്ടെന്ന് ഞാൻ തീർത്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ വിശ്വസിപ്പിച്ചിട്ട് ഈ ആദ്യം പറഞ്ഞ് നിങ്ങൾക്ക് ഗവൺമെൻറ് സഹായം കിട്ടണമെങ്കിൽ നിങ്ങളുടെ സ്വർണം ആഭരണങ്ങളെല്ലാം ഊരി മാറ്റി വയ്ക്കണം, മാറ്റി വെച്ച് ഒരു പൊതിയിലാക്കി ഒരു കവറിലാക്കി മാറ്റി വയ്ക്കാൻ പറഞ്ഞു. അത് മാറ്റി വെച്ചിട്ട് പിന്നെ പറഞ്ഞു നിങ്ങളുടെ ഈ അസുഖങ്ങൾ മാറ്റാൻ വേണ്ടി വെള്ളം 3 ഗ്ലാസ് കൊണ്ടുവരാൻ പറഞ്ഞ് അതിൽ ഒറ്റമൂലി തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇത് കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുത്തു. സംസ്ഥാനത്തിനകത്തും പുറത്തുമായി ഇത്തരത്തിൽ കവർച്ച നടത്തിയ 80ഓളം കേസുകൾ ഗിരിജയ്ക്കെതിരായുണ്ട്. ജില്ലയിൽ ഗിരിജയ്ക്കെതിരെ അന്തിക്കാട്, ചാവക്കാട്, വെസ്റ്റ് സ്റ്റേഷനുകളിൽ കേസുള്ളതായി പോലീസ് പറഞ്ഞു. ACPമാരായ PB ബാബുരാജ്, ജയചന്ദ്രൻ പിള്ള, CI ബിജുകുമാർ, SI TN സുധാകരൻ, ഷേഡോ SIമാരായ ഡേവിസ്, VK അൻസാർ, ASI KM ജയചന്ദ്രൻ, സീനിയർ CPOമാരായ സുവ്രതകുമാർ, PM റാഫി, M രാജൻ, K ഗോപാലകൃഷ്ണൻ, TV ജീവൻ, PK പഴനിസ്വാമി, CP ഉല്ലാസ്, സുനിൽകുമാർ, MS ലിഗോഷ്, PG മനോജ്, KR രമ്യ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. TCV തൃശൂർ. ചിറ്റിലപ്പിള്ളിയിൽ വൃദ്ധ സഹോദരികളെ മയക്കി കവർച്ച നടത്തിയ ഗിരിജ പിടിയിലായത് ഷാഡോ പോലീസിന്റെ വിദഗ്ധമായ നീക്കത്തിലൂടെ. കവർച്ച നടന്നയുടൻ സ്ഥലത്തെത്തിയ ഷാഡോ പോലീസ് സമാന രീതിയിൽ കവർച്ച നടത്തിയ സ്ത്രീകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് വല്ലങ്കോട് ഗിരിജ പോലീസ് പിടിയിലാകുന്നത്. കവർച്ച നടത്തിയ സ്ത്രീകളുടെ ഫോട്ടോകൾ വൃദ്ധ സഹോദരിമാരെ കാണിച്ചാണ് തട്ടിപ്പ് നടത്തിയത് ഏത് സ്ത്രീയാണെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചത്.
ഇതിനിടെ കവർച്ച നടന്ന വീട്ടിൽ നിന്നും കിട്ടിയ ഫിംഗർ പ്രിന്റ് ഗിരിജയുടേതാണെന്ന റിപ്പോർട്ടും അന്വേഷണ സംഘത്തിന് തുണയായി. പേരാമംഗലം CIയുടെ നേതൃത്വത്തിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ ഷാഡോ പോലീസ് വിവിധ ജില്ലകളിൽ ഗിരിജയ്ക്ക് വേണ്ടി അന്വേഷണം വ്യാപിപ്പിച്ചു. അന്വേഷണത്തിനിടെ ഷാഡോ പോലീസ് സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് സംഘത്തിലെ ചിലർക്ക് പരിക്ക് പറ്റിയെങ്കിലും ഷാഡോ പോലീസ് സംഘം അന്വേഷണവുമായി മുന്നോട്ടു പോയി. നേമം പോലീസിന്റെ സഹായത്തോടെ വീട് കണ്ടെത്തിയെങ്കിലും ഗിരിജയെ പോലീസിന് പിടികൂടാനായില്ല. ഗുരുവായൂർ ചാവക്കാട് കേന്ദ്രീകരിച്ച് ഗിരിജ പല തട്ടിപ്പും നടത്തിയിട്ടുള്ളതിനാൽ അവിടങ്ങളിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഗുരുവായൂരിലെ വാടക വീട്ടിൽ നിന്നും ഗിരിജയെ ഷാഡോ പോലീസ് സംഘം പിടികൂടുന്നത്. TCV ന്യൂസ്, തൃശൂർ. മന്ത്രവും കുതന്ത്രവുമായി ഗിരിജ തട്ടിയെടുത്തത് 1000-ഓളം പവൻ. അരിമണി പൂജ നടത്തുന്ന മന്ത്രവാദിനി മുതൽ സുനാമി ധനസഹായത്തിന്റെ പ്രതിനിധിയായുള്ള വേഷപ്പകർച്ചകളുമായാണ് സംസ്ഥാനത്തിന്റെ അകത്തും പുറത്തുമായി ഗിരിജ തട്ടിപ്പ് നടത്തിയതെന്ന് പോലീസ്. കഴിഞ്ഞ 15 വർഷമായി പുതിയ ഇരകളെ തേടി ബസ്സിലും ട്രെയിനിലും അലയുന്ന ഗിരിജയുടെ തട്ടിപ്പിനിരയായവർ 100 കണക്കിന് പേരാണ്. ഗിരിജയുടെ തട്ടിപ്പിനിരയായ ശേഷം മാനക്കേടോർത്ത് ഇനിയും പുറത്തു പറയാൻ മടിക്കുന്ന ധാരാളം പേർ ഉണ്ടെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. തട്ടിച്ചു കിട്ടിയ പണം ഉപയോഗിച്ച് നേമത്ത് കോടികൾ വിലമതിക്കുന്ന ഇരുനില വീടാണ് ഗിരിജ നിർമ്മിച്ചിട്ടുള്ളത്. തട്ടിപ്പ് കേസിൽ പിടിക്കപ്പെട്ട് വർഷങ്ങളോളം ജയിലിൽ കഴിഞ്ഞിട്ടുള്ള ഗിരിജ ജയിലിന് പുറത്തിറങ്ങിയാൽ വീണ്ടും സമാന രീതിയിൽ തട്ടിപ്പിനിറങ്ങാറാണ് പതിവ്. ഗിരിജയ്ക്ക് വേണ്ടി കേസുകൾ വാദിക്കാൻ തമിഴ്നാട്ടിലും കേരളത്തിലുമായി 7ഓളം ലീഡിംഗ് അഡ്വക്കേറ്റുമാർ ഉള്ളതായാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. ലക്ഷങ്ങളാണ് തന്റെ അഭിഭാഷകർക്കായി ഗിരിജ ചെലവഴിക്കാറുള്ളതെന്നും പോലീസ് പറഞ്ഞു. അസുഖങ്ങൾ മാറ്റാനുള്ള ഒറ്റമൂലി മരുന്നുകളുടെ വിതരണക്കാരി, LIC ഏജന്റ്, സുനാമി ധനസഹായത്തിന്റെ പ്രതിനിധി, പാവപ്പെട്ടവർക്ക് ധനസഹായം ചെയ്യുന്നതിന്റെ കമ്മിറ്റി അംഗം എന്നീ വേഷങ്ങളിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. വീട്ടിലെ പ്രശ്നങ്ങൾ മാറ്റാനുള്ള മന്ത്രവാദ പൂജകൾ, സ്വർണം ഇരട്ടിപ്പിക്കൽ, ദേവിയുടെ അവതാരം, അമൃതാനന്ദമയി സാധു സഹായനിധി, സ്വർണപൂജ തുടങ്ങിയ രീതികളും തട്ടിപ്പിനിരയായി ഗിരിജ ഉപയോഗിച്ചിരുന്നു എന്ന് പോലീസ് പറഞ്ഞു. എറണാകുളം വൈറ്റിലയിൽ ഗിരിജ നടത്തിയ അരിമണി പൂജ വഴി ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളാണ് കവർന്നതെന്ന് പോലീസ് പറഞ്ഞു. വൈറ്റിലയിലെ ഒരു കുടുംബത്തിലെ ഭാര്യയോടും ഭർത്താവിനോടും ശത്രുതയുള്ളയാൾ സ്വർണ്ണ വിഗ്രഹം വെച്ച് സ്വർണ്ണപൂജ നടത്തുന്നുണ്ടെന്ന് വിശ്വസിപ്പിച്ച് ഇതിന് പകരമായി സ്വർണ്ണപൂജ നടത്തണമെന്ന് പറഞ്ഞ് സ്വർണം തട്ടിയെടുത്തിട്ടുണ്ട്. ദേഹത്തുണ്ടായിരുന്ന സ്വർണം ഉൾപ്പെടെ വീട്ടിലെ മുഴുവൻ സ്വർണവും സ്റ്റൂളിന്റെ മുകളിൽ വിരിച്ച സാരിയിൽ വെപ്പിച്ച ശേഷം ഭർത്താവിനോട് അരിമണി ഓരോന്നായി പെറുക്കി അടുത്ത മുറിയിലിരുന്ന് കിണ്ടിയിൽ നിക്ഷേപിക്കാൻ പറയുകയും ഭാര്യയോട് പൂജ നടക്കുന്നതിനിടെ പുറം തിരിഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ശേഷം സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചുവെച്ച സാരി എടുത്തുമാറ്റി ഗിരിജ വൻ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. കണ്ടശാങ്കടവ് സ്വദേശിനി പുതുപ്പിള്ളി സരോജിനിയും സമാന രീതിയിൽ ഗിരിജയുടെ തട്ടിപ്പിനിരയായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. ജില്ലയിലെ 16 ബ്ലോക്ക് പഞ്ചായത്തുകളും നിലനിർത്തണമെന്ന് LDF ജില്ലാ കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. തളിക്കുളം, വെള്ളാങ്കല്ലൂർ ബ്ലോക്കുകൾ ഇല്ലാതാക്കാനുള്ള അശാസ്ത്രീയ നിർദ്ദേശം പിൻവലിക്കണമെന്ന് LDF ആവശ്യപ്പെട്ടു. മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് 2 ബ്ലോക്ക് പഞ്ചായത്തുകൾ ഇല്ലാതാക്കാൻ ശ്രമം നടത്തുന്നത്. സ്ഥാപിത താൽപര്യങ്ങളെ മുൻനിർത്തി 2 ബ്ലോക്ക് പഞ്ചായത്തുകൾ ഇല്ലാതാക്കാനുള്ള നീക്കം അപലപനീയമാണെന്ന് LDF യോഗം ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന അഴിമതിക്കെതിരെ എന്ന മുദ്രാവാക്യവുമായി 20 നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് സായാഹ്ന ധർണ സംഘടിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. യോഗത്തിൽ LDF കൺവീനർ K രാധാകൃഷ്ണൻ, CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, CR വത്സൻ തുടങ്ങിയവർ പങ്കെടുത്തു. മുല്ലശ്ശേരി കള്ളുഷാപ്പിനു സമീപം 2.5 കിലോ കഞ്ചാവുമായി 2 യുവാക്കളെ പോലീസ് പിടികൂടി. തമിഴ്നാട് തേനി സ്വദേശി മുരുകൻ, പറപ്പൂർ ഇടക്കളത്തൂർ സ്വദേശി മേലാട്ട് വീട്ടിൽ ശരത് എന്നിവരാണ് പിടിയിലായത്. ഗുരുവായൂർ SI K സുദർശൻ, പാവറട്ടി SI AP ആന്റോ, പ്രൊബേഷൻ SI വിപിൻ, സീനിയർ CPOമാരായ സുകുമാരൻ, അനൂപ്, ബസന്ത്, CPO അനിൽകുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പാവറട്ടി മേഖലയിൽ കഞ്ചാവ് ലോബിയുടെ സ്വാധീനം വർദ്ധിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസ് ഊർജിതമായ പരിശോധന നടത്തുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മേഖലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയിരുന്നു. വേഷപ്രച്ഛന്നരായി എത്തി തന്ത്രപരമായി പോലീസ് കുടുക്കിയ ശരത്തും മുരുകനും കഞ്ചാവ് മൊത്തവിൽപ്പന സംഘത്തിലെ പ്രധാനികൾ. ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ ചെറുകിട കച്ചവടക്കാർക്ക് ശരത്താണ് കഞ്ചാവ് എത്തിച്ചു നൽകിയിരുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ പെരുവല്ലൂർ, മാനി, മുല്ലശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നായി കഞ്ചാവ് വിൽപ്പനയ്ക്കെത്തിയ 3 പേരെ പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് പോലീസിന് ശരത്തിനെക്കുറിച്ച് വിവരം ലഭിക്കുന്നത്. ഇവരിൽ നിന്ന് ശരത്തിന്റെ മൊബൈൽ നമ്പർ ലഭിച്ച പോലീസ് കഞ്ചാവ് വിൽപ്പനക്കാരായി വേഷം മാറി ഫോൺ വിളിച്ച് മുല്ലശ്ശേരിയിലേക്ക് എത്തിക്കുകയായിരുന്നു. 1.25 കിലോ കഞ്ചാവുമായി മുല്ലശ്ശേരി കള്ളുഷാപ്പ് പരിസരത്തെത്തിയ ശരത്തിനെ പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തു. പിന്നീട് തേനി കമ്പം സ്വദേശിയായ മുരുകനിൽ നിന്നുമാണ് കഞ്ചാവ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതെന്ന് മനസ്സിലാക്കിയ പോലീസ് ശരത്തുമായി തമിഴ്നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു.
ശരത്തിനെ കൊണ്ട് മുരുകനെ ഫോണിൽ വിളിച്ച് 1.5 കിലോ കഞ്ചാവ് വേണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. മുരുകന്റെ നിർദ്ദേശപ്രകാരം കമ്പം ബസ് സ്റ്റാൻഡിന് സമീപത്തെ ബാറിൽ ശരത്തുമുത്ത് പോലീസ് എത്തി. കഞ്ചാവിനുള്ള പണം ശരത്തിനെ ഏൽപ്പിച്ച് മദ്യപിക്കാൻ എത്തിയവരായി വേഷം മാറിയ പോലീസ് ബാറിൽ പലയിടത്തായി മാറിയിരുന്നു. പണം നൽകി കഞ്ചാവ് കൈമാറുന്നതിനിടെ മുരുകനെയും പോലീസ് പിടികൂടി. വീട്ടിൽ കൂടുതൽ കഞ്ചാവ് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം മുരുകനെയും കൂട്ടി കോളനിയിലെ മുരുകന്റെ വീട്ടിൽ എത്തിയെങ്കിലും സ്ത്രീകളടക്കമുള്ള കോളനിവാസികൾ പോലീസ് സംഘത്തെ വളഞ്ഞു. കോളനിക്കാർ പോലീസിനെ ആക്രമിച്ച് മുരുകനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതോടെ കൂടുതൽ കഞ്ചാവ് കണ്ടെടുക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ച് മുരുകനുമായി ഇവിടെ നിന്ന് പോലീസ് രക്ഷപ്പെടുകയായിരുന്നു. ശരത്തിനെതിരെ മാലപൊട്ടിക്കലടക്കം വിവിധ സ്റ്റേഷനുകളിൽ 3 കേസുകൾ ഉള്ളതായി പോലീസ് പറഞ്ഞു. ശരത് തൃശൂരിലെ കച്ചവട സ്ഥാപനത്തിൽ ജോലിക്ക് നിന്ന സമയത്ത് കോയമ്പത്തൂരിൽ പഠനം പൂർത്തിയാക്കിയ സുഹൃത്തിൽ നിന്നാണ് മുരുകനെക്കുറിച്ച് അറിയുന്നതും പിന്നീട് കഞ്ചാവ് കച്ചവടം ആരംഭിക്കുന്നതും. പാവറട്ടി മുല്ലശ്ശേരി മേഖല കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും കഞ്ചാവ് വിൽപ്പന വ്യാപകമായി നടക്കുന്നതായി പരാതിയുണ്ട്. TCV പാവറട്ടി. പാവപ്പെട്ടവർക്ക് സമ്പൂർണ്ണ സാമൂഹിക സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TM തോമസ് ഐസക് MLA പറഞ്ഞു. AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച 4ാമത് അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ വികസനത്തിൽ നിരവധി വെല്ലുവിളികളുണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ അടിത്തറയായ കർഷകർ, തൊഴിലാളികൾ തുടങ്ങിയവർ ശുഷ്കമാവുകയാണ്. പുതുതലമുറ പാരമ്പര്യ തൊഴിലുകളിലേക്ക് ചേക്കേറുന്നതിന് പകരം തങ്ങളുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലികളിലേക്കാണ് തിരിയുന്നത്. മധ്യവർഗ ജനവിഭാഗങ്ങൾക്ക് എങ്ങനെ ഉന്നത വിഭാഗത്തിനൊപ്പം എത്താം എന്ന ചിന്തയാണ് ഉള്ളതെന്നും ഡോക്ടർ തോമസ് ഐസക് കൂട്ടിച്ചേർത്തു. കവി പ്രഭാവർമ്മ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ KP മോഹനൻ, പ്രൊഫസർ M മുരളീധരൻ, ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ, PK ഷാജൻ തുടങ്ങിയവർ സംസാരിച്ചു. സാംസ്കാരിക രംഗത്ത് സ്വീകരിക്കേണ്ട സമീപനം വിശാലമാകണമെന്നും ഇടുങ്ങിയ സമീപനം അരുതെന്നും CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറഞ്ഞു. AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കലാ, സംസ്കാരം, മാധ്യമം, ഭാഷ എന്നീ വിഷയങ്ങളിൽ സംഘടിപ്പിച്ച 4ാമത് അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസ് 2015ന്റെ ഉദ്ഘാടനം തൃശൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാംസ്കാരിക രംഗത്ത് സ്ത്രീകൾ സജീവമാകണം. സാംസ്കാരിക സമിതികളിൽ വനിതാ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്ന തരത്തിൽ നിയമം ഭേദഗതി ചെയ്യണമെന്നും MA ബേബി അഭിപ്രായപ്പെട്ടു. രാഷ്ട്രീയ രംഗത്ത് സാംസ്കാരിക ദാരിദ്ര്യമാണ് നിലനിൽക്കുന്നത്. കലയും സംസ്കാരവും മനുഷ്യന്റെ ആവിഷ്കാരങ്ങളാണെന്ന തിരിച്ചറിവ് ഉണ്ടാകണം. പ്രബുദ്ധ കേരളം എന്ന് പറയുമ്പോഴും നാം ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. ഞങ്ങളും നിങ്ങളും എന്ന് വേർതിരിക്കാനുള്ള ശ്രമം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടെന്നും MA ബേബി കൂട്ടിച്ചേർത്തു. സംഘാടക സമിതി ചെയർമാനും സാഹിത്യകാരനുമായ വൈശാഖൻ അധ്യക്ഷനായിരുന്നു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് MLA, VV ദക്ഷിണാമൂർത്തി, പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി, കഥാകൃത്ത് NS മാധവൻ, KG പൗലോസ്, പ്രൊഫസർ M മുരളീധരൻ എന്നിവർ സംസാരിച്ചു. AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച 4ാമത് അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിന്റെ ഭാഗമായി വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ നടന്നു. കല, സംസ്കാരം, മാധ്യമം, ഭാഷ, സെമിനാർ തുടങ്ങിയ വിഷയങ്ങളിൽ ഒരേ സമയം 13 വേദികളിലായിരുന്നു പ്രമുഖർ പങ്കെടുത്ത സെമിനാറുകൾ സംഘടിപ്പിച്ചത്. സിനിമ, കലയും വ്യവസായവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ചിത്രകലാകാരൻ ലെനിൻ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. KC ജോസ് അധ്യക്ഷനായിരുന്നു. COA സംസ്ഥാന കമ്മിറ്റി അംഗവും KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ K വിജയകൃഷ്ണൻ കേബിൾ TV രംഗവുമായി ബന്ധപ്പെട്ട വിഷയം സെമിനാറിൽ അവതരിപ്പിച്ചു. കൺവീനർ VK ജോസഫ്, GP രാമചന്ദ്രൻ, CS വെങ്കടേശ്വരൻ, K മോഹൻകുമാർ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിച്ചു. വലക്കാവ് നെല്ലാനിയിൽ ദമ്പതികളെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. പറവത്ത് വീട്ടിൽ 37 വയസ്സുള്ള രാജേഷ്, ഭാര്യ 34 വയസ്സുള്ള ഷെൽവി എന്നിവരെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരിച്ച രാജേഷ് CITU യൂണിയൻ തൊഴിലാളിയാണ്. ഏതാനും ദിവസം മുൻപ് ബന്ധുവീട്ടിൽ പോയി ഇന്നലെയാണ് വലക്കാവിലെ വാടക വീട്ടിൽ ഇവർ എത്തിയത്. മക്കളെ ബന്ധുവീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നില്ല. ഇന്ന് വൈകിട്ട് 6 മണിയോടെയാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇനി TCVയുടെ തുടരുന്ന വാർത്താ പരമ്പര പുതിയ ആകാശം പുതിയ ഭൂമി. പതിമൂന്ന് ഏക്കറിലായി പരന്നുകിടക്കുന്ന തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തെ ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരണമെന്ന ആവശ്യം ഇനിയും സഫലമായിട്ടില്ല. 5 നിലയുള്ള പുതിയ കെട്ടിടത്തിൽ എല്ലാ വിഭാഗങ്ങളും ഉൾക്കൊള്ളിക്കും വിധത്തിലുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണമെന്ന നിർദ്ദേശം ഇപ്പോഴും പാതിവഴിയിലാണ്. 125 വർഷം പഴക്കമുള്ള തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രം 13 ഏക്കറിൽ ചിന്നിച്ചിതറി കിടക്കുകയാണ്.
വിവിധ വിഭാഗങ്ങൾ ചിതറിക്കിടക്കുന്നതിനാൽ രാത്രികാലങ്ങളിലും മറ്റും നേരിടുന്ന സുരക്ഷാ പ്രശ്നമാണ് പ്രധാന ഭീഷണി. ഒരു സമയത്ത് തകർന്ന മതിലിലൂടെ പുറത്തുനിന്ന് സാമൂഹിക ദ്രോഹികൾ രാത്രികാലങ്ങളിൽ സ്ത്രീകളുടെ വാർഡിലെത്തി പ്രശ്നം സൃഷ്ടിക്കുന്നത് വാർത്തയായിരുന്നു. അത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിസമാപ്തിയായെങ്കിലും സുരക്ഷയ്ക്ക് ആവശ്യമായത്ര സെക്യൂരിറ്റി സംവിധാനമില്ലാത്തത് വലിയ ഭീഷണിയാണ്. 5 നിലകളിലായി കെട്ടിട സമുച്ചയം നിർമ്മിച്ച് എല്ലാ പ്രധാന വിഭാഗങ്ങളും ഒരു കുടക്കീഴിൽ സജ്ജമാക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. ഇതിനായി PWDയെ ചുമതലപ്പെടുത്തിയിരുന്നുവെങ്കിലും കാര്യങ്ങൾ ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. നിലവിൽ 326 അന്തേവാസികളാണ് ഇവിടെയുള്ളത്. ഇവരുടെ ചികിത്സയ്ക്കും സുരക്ഷയ്ക്കുമായി ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാത്തതും പ്രതിസന്ധിയാണ്. നിലവിൽ ഇവിടെയുള്ള പുനരധിവാസ പ്രവർത്തനവും ഒക്യുപ്പേഷൻ തെറാപ്പിയുമെല്ലാം നല്ല രീതിയിൽ പുരോഗമിക്കുന്നതാണ് ഏറെ ആശ്വാസം. പച്ചക്കറി കൃഷിയും ബ്രെഡ് മേക്കിങ്ങും ആടുവളർത്തലും കവർ മേക്കിങ്ങും ആഭരണ നിർമ്മാണവും ചപ്പാത്തി നിർമ്മാണവും അടക്കമുള്ള 21 തരം യൂണിറ്റുകൾ ഒക്യുപ്പേഷൻ തെറാപ്പിസ്റ്റ് ജയകുമാറിന്റെ നേതൃത്വത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്നു. ഇവിടെയുള്ള ഒരു അന്തേവാസിയുടെ സ്നേഹസാന്ത്വനം എന്ന കവിതാ ആൽബവും അടുത്തിടെ പ്രകാശനം ചെയ്യുകയുണ്ടായി. ലൈബ്രറിയുടെ ചുമതലക്കാരനായ ഈ കലാകാരൻ കവിതയും ആലാപനവും നിർവഹിച്ച ഈ CD ആശുപത്രിയുടെ 125ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പ്രകാശനം ചെയ്തത്. ഒരു കാലത്ത് എന്നും പരാതികൾ കിടനൽകിയിരുന്ന മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് അടുത്തയിടെ പുറത്തുവരുന്നത് പച്ചക്കറി കൃഷിയുടെയും കവിത കുറിക്കുന്ന അന്തേവാസിയുടേതും ആണെന്നുള്ളത് ശുഭസൂചനകളാണ്. ഇവിടെ ഇങ്ങനെയും കുറെ ജീവിതങ്ങൾ ഉണ്ടെന്ന് സർക്കാരും സമൂഹവും തിരിച്ചറിയണമെന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്നത്. നഷ്ടമായ ജീവിതത്താളം തിരിച്ചുപിടിക്കാൻ വെമ്പുന്ന ഒരുപാട് ജീവിതങ്ങൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും സ്വപ്നം കണ്ട് ഈ ആശുപത്രി ചുവരുകൾക്കുള്ളിൽ കഴിയുന്നുണ്ടെന്നത് നമുക്ക് മറക്കാതിരിക്കാം. വിളിച്ചുണർത്താം ഇന്നത്തെ രോഗിയെ നാളത്തെ മാനവനായി. മറ്റു വാർത്തകൾ അറിയാം ഇടവേളയ്ക്ക് ശേഷം. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. Celebrate your golden moments with Madhav Dream Fashion World. ജില്ലയിലെ 13 അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് കുഷ്ഠരോഗം സ്ഥിരീകരിച്ചു. അന്യസംസ്ഥാന തൊഴിലാളി ക്യാമ്പിൽ നടത്തിയ പരിശോധനയിലാണ് കുഷ്ഠരോഗം ബാധിച്ച തൊഴിലാളികളെ കണ്ടെത്തിയത്. ക്ഷയരോഗം സംശയിക്കുന്ന 60 പേരെ കണ്ടെത്തിയതിനെ തുടർന്ന് ഇവരെ പ്രത്യേകം നിരീക്ഷണ വിധേയമാക്കി. 3 പേർക്ക് മന്ദരോഗവും 96 പേർക്ക് ത്വക്ക് രോഗവും 79 പേർക്ക് പനിയും ബാധിച്ചതായും കണ്ടെത്തി. ജില്ലയിലെ 87 അന്യസംസ്ഥാന തൊഴിലാളി ക്യാമ്പുകളിലാണ് ആരോഗ്യവകുപ്പ് സംഘം പരിശോധന നടത്തിയത്. കൊടുങ്ങല്ലൂർ കാവിക്കടവിൽ ഫ്ളാറ്റിൽ തീപിടുത്തം. കട്ടിൽ ഉൾപ്പെടെയുള്ള ഗൃഹോപകരണങ്ങളും വസ്ത്രങ്ങളും കത്തിനശിച്ചു. കാവിൽക്കടവ് തോടിന് സമീപമുള്ള ഫ്ളാറ്റിന്റെ 3ാം നിലയിലാണ് ഇന്ന് ഉച്ചതിരിഞ്ഞ് 3ഓടെ തീപിടുത്തമുണ്ടായത്. ഫ്ളാറ്റിലെ താമസക്കാരായ കൊടകര പള്ളത്ത് മഠം സജീവന്റെ മുറിയിലാണ് തീപിടിച്ചത്. സജീവന്റെ ഭാര്യ സംഗീത അടുത്തുള്ള ബന്ധുവിന്റെ വീട്ടിൽ പോയ സമയത്തായിരുന്നു സംഭവം. തൊട്ടടുത്ത് താമസിക്കുന്ന വീട്ടുകാർ മുറിക്കുള്ളിൽ നിന്ന് പുക വരുന്നത് കണ്ട് വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് സ്ഥലത്തെത്തിയ ഫയർഫോഴ്സും പോലീസും ചേർന്ന് തീ അണച്ചു. മുറിയിലെ സാധനങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. റംസാൻ ഒരുക്കങ്ങളുമായി റംസാൻ മുബാറക്.
പുണ്യത്തിന്റെ പൂക്കാലം വിട പറയാൻ ഒരുങ്ങവേ റംസാനിലെ അവസാനത്തെ 10 നാളുകൾക്ക് യാത്രാമൊഴി ചൊല്ലാൻ ഒരുങ്ങുകയാണ്. അനുഗ്രഹത്തിന്റെ വർഷവുമായി മാലാഖമാർ വന്നിറങ്ങുന്ന രാത്രിയാണ് റംസാനിലെ അവസാന 10ന്റെ സവിശേഷത. ഒറ്റയക്കമായി വരുന്ന ഏതെങ്കിലും ഒരു രാത്രിയിൽ ലൈലത്തുൽ ഖദർ എന്ന അനുഗ്രഹം പെയ്തിറങ്ങുമെന്നാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം. ഈ രാത്രിയിൽ പ്രാർത്ഥനാനിരതമായിരിക്കുന്നവർക്ക് 1000 മാസം സൽക്കർമ്മം ചെയ്തതിന്റെ പുണ്യം ലഭിക്കുമെന്നും വിശ്വസിച്ചു പോരുന്നു. അവസാനത്തെ 10ലെ പ്രധാന നാളാണ് 27ാം രാവ്. ഈ ദിവസം രാത്രിയെ പകലാക്കി മസ്ജിദുകളിലും വീടുകളിലും വിശ്വാസികൾ പ്രാർത്ഥനാനിരതമാകും. 1 മാസം നീണ്ട വ്രത അനുഷ്ഠാനത്തിന് പരിസമാപ്തി കുറിച്ച് ഈദുൽ ഫിത്തർ വന്നണയാൻ ഒരുങ്ങവേ റംസാന്റെ പുണ്യം നെഞ്ചോട് ചേർക്കുകയാണ് വിശ്വാസി സമൂഹം. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. തൃശൂർ ചെട്ടിയങ്ങാടിയിലെ ഹനഫി ജമാഅത്ത് മസ്ജിദിൽ റംസാൻ മാസത്തിൽ വിതരണം ചെയ്യുന്ന ഔഷധ സമൃദ്ധമായ പ്രത്യേക ബിരിയാണി കഞ്ഞി കുടിക്കാൻ ദൂരദേശങ്ങളിൽ നിന്ന് പോലും 100 കണക്കിന് ആളുകളാണ് എത്തുന്നത്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ചെട്ടിയങ്ങാടി പള്ളിയിൽ വർഷങ്ങളായി നോമ്പുകാലത്ത് മുടങ്ങാതെ ബിരിയാണിക്കഞ്ഞി വിതരണം ചെയ്തു വരുന്നു. ദിവസവും 2500ഓളം പേർക്കാണ് കഞ്ഞി വിതരണം ചെയ്യുന്നത്. സാധാരണ നോമ്പ് ദിവസങ്ങളിൽ മസാലക്കഞ്ഞിയും വെള്ളിയാഴ്ചകളിലും 17ാം രാവ് പോലുള്ള വിശേഷ ദിവസങ്ങളിലും പിന്നെ ഇടയ്ക്ക് ആരെങ്കിലും സ്പോൺസർ ചെയ്യുമ്പോഴാണ് ഔഷധക്കൂട്ടുകൾ അടങ്ങിയ ബിരിയാണിക്കഞ്ഞി വിതരണം ചെയ്യുന്നത്. ഇതിനായി 20 കിലോ ആട്ടിറച്ചി ഉപയോഗിക്കുന്നു. നാനാജാതിയിലുംപ്പെട്ടവർ ഇവിടെ വന്ന് കഞ്ഞി വാങ്ങിക്കാറുണ്ടെന്ന് കഴിഞ്ഞ 35 വർഷമായി ഇവിടെ ബിരിയാണിക്കഞ്ഞി തയ്യാറാക്കുന്ന മുടിക്കോട് സ്വദേശിയും നഗരത്തിലെ ഓട്ടോ ഡ്രൈവറുമായ യാരത്ത് വളപ്പിൽ അബ്ദുൽ റഹ്മാൻ മകൻ റഫീഖ് പറഞ്ഞു. നാനാജാതിക്കാരും ഇവിടെ വന്ന് കഞ്ഞി വരിയിൽ നിന്ന് വാങ്ങി മറ്റ് 1000 പേരോളം വന്നിരുന്ന് കുടിക്കലും 1500 പേരെ മേടിച്ചു കൊണ്ടുപോലും 35 വർഷത്തെ കഞ്ഞിയാണ്. മസാല കഞ്ഞിയാണ്, മട്ടൻ കഞ്ഞിയാണ്. ആഴ്ചയിൽ ഒരു ദിവസം വെള്ളിയാഴ്ച ഇറച്ചിട്ടിട്ട് അത് ബിരിയാണി കഞ്ഞി പോലെ ആക്കി പാർസലാക്കിയിട്ട് കൊടുക്കും. ഇവിടെ വന്ന് കുടിക്കുന്നതിനായിട്ട് വിതരണം ചെയ്യും. ദിവസവും 85 കിലോ ബിരിയാണി അരി, ആശാളി, ഉലുവ, കഷ്കശ്, നല്ല ജീരകം, മല്ലിപ്പൊടി, തക്കാളി, ഇഞ്ചി, സവാള, തേങ്ങാപ്പാൽ, വെളുത്തുള്ളി, പുതിനയില തുടങ്ങി 23 ആയുർവേദ ഔഷധക്കൂട്ടുകൾ ചേർത്തതാണ് പ്രത്യേകതരം ബിരിയാണിക്കഞ്ഞി തയ്യാറാക്കുന്നത്. 14 വയസ്സ് മുതലാണ് റഫീഖ് ഇവിടെ കഞ്ഞി വയ്ക്കാൻ തുടങ്ങിയത്. ആദ്യം 5 കിലോ അരി വെച്ചായിരുന്നു തുടക്കം. പള്ളിയിലെ മുക്രിയത്ത് ജോലിക്കായാണ് റഫീഖിനെ പള്ളിയിൽ കൊണ്ടുവന്നത്. അന്നു മുതൽ തുടങ്ങിയ ഈ കഞ്ഞിവെപ്പ് ഒരു നോമ്പുകാലത്തും റഫീഖ് മുടക്കിയിട്ടില്ല. ഈ 1 മാസക്കാലം തന്റെ ജീവനോപാധിയായ ഓട്ടോ ഓടിക്കൽ ഉപേക്ഷിച്ചാണ് റഫീഖ് സൽക്രമത്തിൽ മുഴുകുന്നത്. 2500ഓളം പേർക്കുള്ള കഞ്ഞി ഇപ്പോൾ തയ്യാറാക്കുന്നതും റഫീഖ് തനിച്ചാണ്. ദിവസവും പുലർച്ചെ 4-ന് പണികൾ ആരംഭിക്കും. വലിയ 2 ചെമ്പ് പാത്രങ്ങളിലാണ് കഞ്ഞി തയ്യാറാക്കുന്നത്. രാവിലെ 7:30യോടെ അടുപ്പിൽ തീ പകർന്നാൽ 10ഓടെ പാചകം പൂർത്തിയാകും. പിന്നെ ദമ്മിലിട്ട് വൈകിട്ട് 4-ന് തുറന്ന് ആവി പോയ ശേഷം നോമ്പ് തുറയ്ക്കായി വിതരണം ചെയ്യും. അപ്പോഴേക്കും പാഴ്സൽ വാങ്ങാനുള്ള നീണ്ട നിര തന്നെ ഉണ്ടാകും. തമിഴ് ഖത്തീഫ് ആയിരുന്ന ഷെയ്ഖ് ബിസ്ബാഹി എന്ന ഇമാമാണ് റഫീഖിനെ ഔഷധ ബിരിയാണി കഞ്ഞിവയ്ക്കാൻ പഠിപ്പിച്ചത്. ഇത്ര സ്വാദിഷ്ടമായ കഞ്ഞി കേരളത്തിൽ വേറെയില്ലെന്നും നാനാജാതി മതസ്ഥരും കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന് കഞ്ഞി വാങ്ങിക്കൊണ്ട് പോകാറുണ്ടെന്നും പള്ളി കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ ബാസിദ് പറഞ്ഞു. ഇവിടെ തമിഴ് ഖത്തീഫായിരുന്ന ഒരു ഷെയ്ഖ് ബിസ്ബാഹി എന്ന ഇമാമാണ് റഫീഖിനെ കഞ്ഞി വയ്പ്പിക്കാനായി പഠിപ്പിച്ചു കൊടുത്തത്. ഈ പ്രിപ്പറേഷൻ കേരളത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. ബിരിയാണി അരി ഇട്ടാണ് ഈ കഞ്ഞി വയ്ക്കുന്നത്. അത് ബിരിയാണീൻ്റെ കൂട്ട് കൂടാതെ ആയുർവേദമായ കശകശ, ഉലുവ, ജീരകം, പട്ട, കരയാമ്പ്, ഏലക്കായി, നാളികേരപ്പാൽ എല്ലാം കൂട്ടിയിട്ടാണ് ഈ കഞ്ഞി വയ്ക്കുന്നത്. ഇത്ര സ്വാദിഷ്ടമായ കഞ്ഞി കേരളത്തിൽ വേറെ എവിടെയും ഇല്ല. കേരളത്തിലെ പല ഭാഗങ്ങളിലേക്കും ഇവിടുന്ന് അത്യാവശ്യമായിട്ട് കൊണ്ടുപോകാൻ നല്ല ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാറുണ്ട് ആൾക്കാർ. മഹല്ല് കമ്മിറ്റിയും വ്യക്തികളും സ്ഥാപനങ്ങളുമാണ് ഓരോ ദിവസവും ബിരിയാണി കഞ്ഞി സ്പോൺസർ ചെയ്യുന്നത്. കഞ്ഞി തയ്യാറാക്കാൻ ദിവസവും 25,000 രൂപയോളം ചെലവ് വരും. കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ ബാസിദ്, സെക്രട്ടറി KH ഇസ്മയിൽ, ഷെരീഫ് എന്നിവരടങ്ങുന്ന കമ്മിറ്റിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അയ്യന്തോൾ പഞ്ചിക്കലിൽ ഗുഡ്സ് വാനും കാറും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുഡ്സ് വാനിൽ കുടുങ്ങിയ 2 പേരെ ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത്.
നമ്മൾ സാമ്പത്തികമായി പുരോഗമിച്ചാലും സാംസ്കാരികമായി പുരോഗമിച്ചോ എന്ന് ചിന്തിക്കണമെന്ന് ചിന്തകനും പ്രഭാഷകനുമായ ഡോക്ടർ എം എൻ കാരശ്ശേരി അഭിപ്രായപ്പെട്ടു. വിയൂർ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വായനാശീലം വളർത്തിയാലേ ചിന്ത വളരുകയുള്ളൂ. ജാതിയുടെയും മതത്തിന്റെയും സംസ്കാരത്തിന്റെയും പേരിൽ സ്ത്രീകളെ വേർതിരിച്ചു വച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഇന്ന് ജീവിക്കണമെങ്കിൽ ഹിന്ദിയും ബംഗാളിയും പഠിക്കേണ്ടതുണ്ടെന്നും കാരശ്ശേരി കൂട്ടിച്ചേർത്തു. വായനശാല പ്രസിഡന്റ് പ്രൊഫസർ എം ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പി സണ്ണി, കോർപ്പറേഷൻ കൌൺസിലർ എ ഗോപകുമാർ, കെ രാമചന്ദ്രൻ, CP സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഇനി കാഴ്ചവട്ടം. ഓക്സ്ഫോർഡ് സർവകലാശാല തയ്യാറാക്കിയ മാനദണ്ഡങ്ങൾ അനുസരിച്ച് യൂണിസെഫ് നടത്തിയ ലോക ദാരിദ്ര്യ പഠന റിപ്പോർട്ടും ഇന്ത്യയിലെ സാമൂഹിക സാമ്പത്തിക സെൻസസും പുറത്തുവന്നതിനു പിന്നാലെയാണ് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനം ആചരിച്ചത്. ഒരു നിയന്ത്രണവുമില്ലാതെ പെരുകുന്ന ജനസംഖ്യയുടെ വെല്ലുവിളി നിറഞ്ഞ ദുരന്ത കാഴ്ചകളിലേക്ക്. അധികമായാൽ അമൃതും വിഷം എന്നാണ് ചൊല്ല്. ജനങ്ങൾ വല്ലാതെ അധികമായാലോ വിഷം മാത്രമല്ല നരകവുമാകും. ഒരു നിയന്ത്രണവുമില്ലാതെ പെരുകിയാൽ നരകിക്കാം ജീവിതകാലം മുഴുവൻ. ഇന്ന് ഇന്ത്യയിൽ 130ഓളം കോടി ജനങ്ങൾ. ഹായ്, എന്ത് ചന്തം! തീരാശാപമായി ഇവരെ ജാതിയുടെയും അന്ധവിശ്വാസങ്ങളുടെയും അറകളിൽ തളച്ചിട്ടിരിക്കുകയുമാണ്. പെരുകുന്ന ജനസംഖ്യയാണ് ലോകത്തിൻ്റെ, പ്രത്യേകിച്ച് ഏഷ്യയുടെ, പ്രത്യക്ഷത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാപമെന്ന് യുനിസെഫിൻ്റെ കണക്ക് അക്കമിട്ട് നിരത്തുന്നു. ലോകത്തിലെ മഹാഭൂരിപക്ഷം രാജ്യങ്ങളും പട്ടിണി, തൊഴിലില്ലായ്മ, രോഗങ്ങൾ, പോഷകാഹാരക്കുറവ്, നിരക്ഷരത, പാർപ്പിടമില്ലായ്മ, ഗുരുതരമായ മാലിന്യ പ്രശ്നം എന്നിവയാൽ നരകിക്കുകയാണ്. ഇനി അറിയുക, ദാരിദ്ര്യത്തിൽ ലോകത്ത് 2ാമതാണ് ഇന്ത്യ. 160 കോടി ജനങ്ങൾ, മൃഗങ്ങളല്ല, ലോകത്ത് പട്ടിണിയിലാണ്. ഇതിൽ 44 കോടിയും ഇന്ത്യയിലെ വടക്കൻ സംസ്ഥാനങ്ങളിൽ. 25 ആഫ്രിക്കൻ രാജ്യങ്ങളെക്കാൾ കൂടുതൽ ദരിദ്രർ ബീഹാർ, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, UP, ഛത്തീസ്ഗഡ്, ഒഡീഷ, രാജസ്ഥാൻ, ബംഗാൾ എന്നിവിടങ്ങളിൽ. ലോകത്ത് പോഷകാഹാരക്കുറവുള്ള 3 കുട്ടികളിൽ ഒരാൾ ഇന്ത്യയിൽ. ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ള ബീഹാറിൽ ജനങ്ങൾ തൊഴുത്തിനേക്കാൾ മോശമായ കൂരകളിലും മാലിന്യ കേന്ദ്രങ്ങളിലും അന്തിയുറങ്ങുന്നുണ്ട്. എന്നാൽ പെരുകുന്നതിൽ ഒരു കുറവുമില്ല. അതിന് കൂട്ട് മതം, ജാതി. ശുചിത്വമില്ല, ശുദ്ധജലമില്ല, കക്കൂസില്ല, ആഹാരമില്ല, ചൂഷണത്തിന് കുറവില്ല. കേരളത്തിന് ഈ കഷ്ടപ്പാട് അധികം മനസ്സിലാകില്ല. 3.5 കോടി മലയാളികൾക്ക് ദാരിദ്ര്യം കുറവാണെന്നാണ് സർവേ ഫലം. ഇവിടെ ശുദ്ധജലമുണ്ട്, ശുചിത്വമുണ്ട്, നിയന്ത്രണവുമുണ്ട്. എങ്കിലും അണുകുടുംബം ആപത്ത് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പ്രബുദ്ധരാക്കാൻ ചിലർ ഓടി നടക്കുന്നുണ്ട്. കുട്ടികൾ 10 വേണം, 15 വേണം, അവർക്ക് സമ്മാനം നൽകും. വീരവാദങ്ങളാണ്. ഇന്ത്യയുടെ ദാരിദ്ര്യം മനസ്സിലാക്കാനുള്ള വിവേകം അവർക്ക് ഈ ജന്മത്തിലുണ്ടാകില്ല. കേരളത്തിൽ ജനസംഖ്യ കൂടിയതിൻ്റെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന് മാലിന്യ പ്രശ്നമാണ്. അതിൽ നിന്ന് പകർച്ചവ്യാധിയും തീരാ ദുരിതവും. കിണറുകളൊക്കെ കോളിഫോം മലിനം, ജലസ്രോതസ്സുകളെ കക്കൂസ് മാലിന്യം മലിനമാക്കുന്നു. ഈ ജീവിത യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തവരാണ് നമ്മുടെ മറ്റൊരു ശാപം. 50 പേർക്കിരിക്കാവുന്ന ബസ്സിൽ 300 പേരെ തിക്കിക്കയറ്റി നരകയാത്ര നടത്തുവാൻ പറ്റും. അത് യാത്രയല്ല, ഒരു പോക്കാണ്. ഇന്ത്യ അങ്ങനെ ഒരു പോക്കിലാണ്. ഇനി ഒരു കുഞ്ഞിക്കാല് കാണാൻ കഴിയാത്തവരുടെ കണ്ണീർ. അനാഥരും പാവങ്ങളുമായ കുറേ കുഞ്ഞിക്കാലുകൾ സമൂഹത്തിലുണ്ട്. അത് കാണാൻ കണ്ണില്ല. മറ്റുള്ള കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ ദൈവം ഒരവസരം തന്നതാണെന്ന് വിശ്വസിക്കാൻ കുഞ്ഞിക്കാല് കാണാത്തവർ ഒരുക്കമല്ല. എന്നിട്ട് പഴി ദൈവത്തിന്. എനിക്ക് സ്വത്തുണ്ട്, അതുകൊണ്ട് ഒരു ഡസനാകാം എന്ന് വീരവാദമടിക്കുന്നവരും അവർക്ക് സ്വീകരണം ഒരുക്കുന്നവരും ഇന്ത്യയിലെ ദരിദ്ര കോടികളെ കണ്ടില്ലെന്ന് നടിക്കുന്നവരാണ്. ഏത് സമ്പന്നനും ജനിക്കുന്ന കുട്ടികൾക്ക് റോഡ്, ശുദ്ധജലം, ശുദ്ധവായു, ജോലി, ചികിത്സ തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ അവനവൻ്റെ വീട്ടിലുണ്ടാക്കാനാവില്ലെന്ന് അറിയുക. എല്ലാ മനുഷ്യർക്കും അന്തസ്സോടെ, ആരോഗ്യത്തോടെ, സമാധാനത്തോടെ ജീവിക്കണം. ന്യൂനപക്ഷത്തിന് സൗകര്യം,
ഭൂരിപക്ഷത്തിന് നരകം എന്നത് നീതിയല്ല. ലോകത്ത് ഇന്നുള്ള 750 കോടി ജനങ്ങളിൽ മഹാഭൂരിപക്ഷത്തിൻ്റെയും ദാരിദ്ര്യവും പട്ടിണിയും ചൂഷണവും നമ്മോട് വിളിച്ചു പറയുന്നത് ഈ അനീതിയാണ്. അത് കേൾക്കാൻ കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കണം. അതിനാണ് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനം ആചരിച്ചത്. അനുബന്ധം: ഇന്ത്യയിലെ 25 കോടി കുടുംബങ്ങളിൽ 7 കോടി കുടുംബങ്ങൾ ഭൂരഹിതരാണെന്ന് സാമ്പത്തിക സാമൂഹിക റിപ്പോർട്ട്. ഗതികിട്ട പ്രേതങ്ങളായി അലയുകയാണ് പെരുകുന്ന ജനം. കേരളത്തിലോ 63 ലക്ഷം കുടുംബങ്ങളിൽ 26 ലക്ഷം കുടുംബങ്ങൾക്ക് സ്വന്തമായി ഭൂമിയില്ല. ഇന്ത്യയുടെ സാമ്പത്തിക സാമൂഹിക റിപ്പോർട്ട് ഇതാണ്. അഗതികളും ഭിക്ഷാടകരുമായി കേരളത്തിൽ ജീവിക്കുന്നത് 14,000 കുടുംബങ്ങൾ. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ യാഥാർത്ഥ്യമാണിത്. ഇതിനിടയിലാണ് ഇനിയും കുട്ടികൾ കൂടട്ടെ എന്നുപദേശം. ചില്ലുമേടയിലിരുന്ന് ഉപദേശിക്കാൻ എന്തെളുപ്പം. ശുഭം. തൃശൂർ റൗണ്ടപ്പ് തുടരുന്നു. തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിന് ആക്രമണ ഭീഷണി. പള്ളിയിലെ താൽക്കാലികമായി ദിവ്യബലി നടക്കുന്ന ഹാളിന്റെ പിറകിലെ ചുമരിലാണ് വി അറ്റാക്ക്ഡ് ഹിയർ എന്നെഴുതിയിരിക്കുന്നത്. കഴുകന്റെ ചിത്രത്തിന് താഴെയായി പെയിന്റ് കൊണ്ടാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. 153A വകുപ്പ് പ്രകാരം തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തു. വിദ്യാഭ്യാസ മേഖലയിൽ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം പുതിയ ചരിത്രം കുറിക്കുന്നു. ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടനാണ് കേരളത്തിലാദ്യമായി ഇത്തരമൊരു പദ്ധതിക്ക് ഇരിങ്ങാലക്കുടയിൽ തുടക്കം കുറിക്കുന്നത്. പൊതുപരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും ഫുൾ മാർക്ക് വാങ്ങുന്ന കുട്ടികൾക്ക് 1 ലക്ഷം രൂപ പാരിതോഷികം ലഭിക്കും. SSLC, +2, VHSE വിഭാഗങ്ങളിലാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുക. കേരള സിലബസ്, CBSE, IST വിഭാഗങ്ങളിൽ നിയോജക മണ്ഡലത്തിലെ കുട്ടികൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. ഈ മാസം 16 ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നടക്കുന്ന ചടങ്ങിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കും. ഈ വർഷം ഈ പാരിതോഷികത്തിന് ആളൂർ സ്വദേശിനിയായ മേഴ്സ് റോസ് എന്ന +2 വിദ്യാർത്ഥിനിയാണ് അർഹയായിട്ടുള്ളത്. സംസ്ഥാനത്ത് ആദ്യമായി വിദ്യാലയങ്ങളിൽ കമ്പ്യൂട്ടറൈസേഷൻ നടപ്പാക്കിയ നിയോജക മണ്ഡലമാണ് ഇരിങ്ങാലക്കുട. MLAയുടെ പ്രത്യേക താൽപര്യപ്രകാരം സ്കൂളുകൾക്കായി നിരവധി സംവിധാനങ്ങൾ ഇതിനോടകം മണ്ഡലത്തിൽ ഏർപ്പെടുത്തി കഴിഞ്ഞു. 2025 നിയോജക മണ്ഡലത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ലോകനിലവാരത്തിലെത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു. ഈ വർഷം ഫുൾ A+ നേടിയ 519 വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകിയതായും ഉണ്ണിയാടൻ അറിയിച്ചു. TCV ഇരിങ്ങാലക്കുട. തൈക്കാട്ടുശ്ശേരി വൈദ്യരത്നം ഗ്രൂപ്പ് സ്ഥാപകൻ അഷ്ടവൈദ്യൻ E.T. നീലകണ്ഠമൂസിന്റെ ചരമവാർഷികവും സ്ഥാപക ദിനവും ആചരിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ തോമസ് ജേക്കബ് അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കവി S. രമേശൻ നായർ അനുസ്മരണ പ്രഭാഷണം നടത്തി. വൈദ്യരത്നം ഗ്രൂപ്പ് ചെയർമാൻ അഷ്ടവൈദ്യൻ E.T. നാരായണമൂസ് അധ്യക്ഷത വഹിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ K. രവീന്ദ്രനാഥ്, കോർപ്പറേഷൻ കൗൺസിലർ KS. സന്തോഷ്, ഡോക്ടർ KG. വിശ്വനാഥൻ, AP. ദാമോദരൻ നമ്പീശൻ, വൈദ്യരത്നം ഡയറക്ടർമാരായ അഷ്ടവൈദ്യൻ E.T. നീലകണ്ഠൻ മൂസ്, സീനിയർ മാനേജർ N. നാരായണൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു. നീലകണ്ഠൻ മൂസ് അഖിലേന്ത്യാ സ്മാരക പ്രബന്ധരചനാ മത്സരത്തിലെ വിജയികൾക്ക് പ്രൊഫസർ K. രവീന്ദ്രനാഥ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. അഷ്ടവൈദ്യൻ E.T. പരമേശ്വരൻ മൂസ് ജീവനക്കാർക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. സംസ്ഥാനത്തെ ആയുർവേദ കോളേജുകളിൽ കായിക ചികിത്സയിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ അമൃത വിശ്വവിദ്യാപീഠത്തിലെ K. അനുരാധ, വൈദ്യരത്നം ആയുർവേദ കോളേജിൽ BA MS-ൽ കൂടുതൽ മാർക്ക് നേടിയ അനു ജോസ് എന്നിവർക്ക് E.T. നീലകണ്ഠൻ മൂസ് സുവർണമുദ്രകളും വൈദ്യരത്നം ആയുർവേദ കോളേജിൽ നിന്ന് 2014 സംസ്കൃതത്തിൽ കൂടുതൽ മാർക്ക് നേടിയ നിർമ്മൽ കൃഷ്ണനെ TV. രാമവാര്യർ സുവർണമുദ്രയും സമ്മാനിച്ചു. ക്യാൻസറും അനുബന്ധ രോഗങ്ങളും എന്ന വിഷയത്തിൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ VP. ഗംഗാധരനും പക്ഷാഘാത ചികിത്സയെക്കുറിച്ച് ഡോക്ടർ ജോമോൻ ജോസഫും ക്ലാസ് എടുത്തു. TCV ചേർപ്പ്. ആമ്പല്ലൂർ മണ്ണമ്പേട്ട പാലക്കുന്നിൽ വീടിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ ഗൃഹനാഥനെ പോലീസ് എത്തി താഴെയിറക്കി. വരാപ്പള്ളി തിലകനാണ് ആത്മഹത്യ ഭീഷണിയുമായി നാട്ടുകാരെയും പോലീസിനെയും 1 മണിക്കൂറോളം വലച്ചത്. ഇന്ന് വൈകിട്ട് 6ഓടെയായിരുന്നു സംഭവം. കുടുംബ പ്രശ്നത്തെ തുടർന്ന് ഭാര്യയുമായി വഴക്കിട്ട തിലകൻ വീടും വീട്ടുപകരണങ്ങളും തകർത്ത ശേഷമാണ് വീടിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. വിവരമറിയിച്ചതിനെ തുടർന്ന് വരന്തരപ്പള്ളി പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി. ഇതിനിടയിൽ വീടിന് മുകളിലെ ഓടുകൾ ഇയാൾ പോലീസുകാർക്കും നാട്ടുകാർക്കും നേരെ വലിച്ചെറിഞ്ഞു. പോലീസിന്റെ നിർബന്ധപ്രകാരം താഴെ ഇറങ്ങിയ തിലകൻ പിന്നീടും ആത്മഹത്യാ ഭീഷണി മുഴക്കി. തുടർന്ന് ഇയാളെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
അമിത വേഗത്തിൽ വന്ന സ്വകാര്യ ബസ് സിഗ്നൽ കാത്തുകിടന്ന കാറുകളിൽ ഇടിച്ചു. പുഴയ്ക്കലിൽ നിന്ന് അയ്യന്തോളിലേക്ക് തിരിയാനുള്ള സിഗ്നൽ കാത്തുകിടന്ന മാരുതി ആൾട്ടോ കാറുകളിലാണ് കുന്നംകുളത്ത് നിന്ന് തൃശൂരിലേക്ക് സർവീസ് നടത്തുന്ന ആര്യ എന്ന ബസ് ഇടിച്ചത്. പാലക്കാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന മാരുതി കാറിന്റെ പിൻവശം പൂർണ്ണമായി തകർന്നു. തൃശൂർ വെസ്റ്റ് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ചെറുതുരുത്തിയിൽ ഈറ്റത്തൊഴിലാളികളായ നിർധന ദമ്പതികളുടെ വീടിന്റെ മേൽക്കൂര ദുർബലപ്പെട്ട് ചരിഞ്ഞതോടെ കുടുംബം പെരുവഴിയിലായി. കോഴിമാംപറമ്പ് കോളനിയിൽ ബാലന്റെ ഓടിട്ട വീടാണ് മേൽക്കൂര ചരിഞ്ഞതിനെ തുടർന്ന് താമസിക്കാൻ കഴിയാതായത്. ഇന്ന് വൈകിട്ട് 4ഓടെയാണ് സംഭവം. മേൽക്കൂരയും മുൻവശത്തെ തൂണുകളും വിള്ളൽ വീണ് ചരിഞ്ഞു. ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന ബാലനും ഭാര്യയും മകനും ശബ്ദം കേട്ട് പുറത്തേക്കോടി. വീട് എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാവുന്ന നിലയിലാണ്. ഈറ്റ കൊണ്ട് കുട്ട ഉണ്ടാക്കുകയാണ് ഈ കുടുംബത്തിന്റെ പ്രധാന തൊഴിൽ. സ്വന്തമായി ഉണ്ടായിരുന്ന കിടപ്പാടം നഷ്ടപ്പെടുന്നതിന്റെ ആശങ്കയിലാണ് ഈ കുടുംബം. സംഭവം അറിഞ്ഞെത്തിയ നാട്ടുകാർ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി മാതൃകയായി. പട്ടുമോഹങ്ങൾക്ക് ലക്ഷ്മി സാക്ഷാത്കാരമേകി. തൃശൂർ നായ്ക്കനാലിലെ ലക്ഷ്മി സ്റ്റോഴ്സിന്റെ ബിഗ് ആടിമാസ സെയിലിൽ ജനത്തിരക്കേറുന്നു. അടുത്ത ശനിയാഴ്ച ആടി സെയിലിന് സമാപനമാകും. ഏറ്റവും പുതിയ ഡിസൈനുകളും ഏറ്റവും പുതിയ കളക്ഷനുകളുമാണ് ലക്ഷ്മി സ്റ്റോഴ്സിന്റെ ബിഗ് ആടിമാസ സെയിലിനെ ശ്രദ്ധേയമാക്കുന്നത്. കാഞ്ചീപുരം പട്ടുസാരികൾ, കോട്ടൺ, ഫാൻസി, സിന്തറ്റിക്, ഷിഫോൺ സാരികൾ, ഡ്രസ് മെറ്റീരിയൽസ്, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ തുടങ്ങി എല്ലാവിധ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാനാകാത്ത വിലക്കുറവിലാണ് ലക്ഷ്മി സ്റ്റോഴ്സ് ഉപഭോക്താക്കളിൽ എത്തിക്കുന്നത്. ആടിമാസ സെയിലിന്റെ ആദ്യ ദിവസം മുതൽ അനുഭവപ്പെട്ട ഉപഭോക്താക്കളുടെ വൻ തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. ഷോറൂമിലെ കളക്ഷനുകളെക്കുറിച്ചും ഓഫറുകളെക്കുറിച്ചും ഉപഭോക്താക്കൾക്കും മികച്ച അഭിപ്രായമാണുള്ളത്. യാതൊരു മോഹന വാഗ്ദാനവും ഇല്ലാതെ നല്ല സാധനങ്ങളും കിട്ടുവാനായിട്ട് ലക്ഷ്മി സ്റ്റോഴ്സ് നല്ലതാണ്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവനവൻ്റെ പൈസയ്ക്കുള്ളതിനേക്കാളും മൂല്യം ലക്ഷ്മി സ്റ്റോഴ്സിൽ കിട്ടും. നമ്മൾ ഒരെണ്ണം എടുക്കാൻ പോയാൽ നമ്മൾ വിചാരിച്ച പൈസയ്ക്ക് തന്നെ 3 എണ്ണം എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റിയ സാധനമാണ് ലക്ഷ്മി സ്റ്റോഴ്സ്. ചുരിദാർ മെറ്റീരിയൽസ് ഒക്കെ നല്ലതാണ്. പിന്നെ ഡാമേജ് ഒന്നും ഇല്ല. നല്ല സെലക്ഷനാണ് ഇവിടെ. പിന്നെ വില കുറവിനെല്ലാം കിട്ടും. നല്ല സാരികളാണ്. ഞങ്ങളെല്ലാ കൊല്ലം വന്നെടുക്കാറുണ്ട്. ഡാമേജ് ഒന്നുമില്ല. നല്ല വില കുറവുണ്ട്. നല്ല ഉറപ്പ് വീടൊക്കെ ഉണ്ട്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് മികച്ച ഗുണമേന്മയുള്ള സ്പെഷ്യൽ കളക്ഷനുകളാണ് ഈ മാസം 18 വരെ തുടരുന്ന ബിഗ് ആടിമാസ സെയിലിൽ എത്തിച്ചിട്ടുള്ളതെന്ന് ഷോറൂം മാനേജറായ രാജൻ മന്നത്ത് പറഞ്ഞു. ഈ വർഷം എല്ലാ വർഷത്തെക്കാളും കൂടുതൽ തിരക്ക് കാണുന്നുണ്ട്. ഞങ്ങളുടെ ആടികളുടെ പുത്തൻ സാരീസ് ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാം ആടിക്കിട്ടുണ്ട്. വില വളരെ കുറവാണ്. വലിയ വാഗ്ദാനങ്ങളൊന്നും ഞങ്ങൾ കൊടുക്കുന്നില്ല ആർക്കും. ഞങ്ങളുടെ കഴിവിനുള്ളത് കൊടുക്കുന്നുണ്ട്. എല്ലാവരും വരുന്ന ഉപഭോക്താക്കൾക്ക് വളരെ സംതൃപ്തിയോടുകൂടിയാണ് ഇവിടുന്ന് പോകുന്നത്. ഇനി വാണിജ്യം. അന്തർദേശീയ ഗുണമേന്മയോടുകൂടിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്കോ ഫ്രണ്ട്ലി എക്സ്ക്ലൂസീവ് ജൂട്ട് ബാഗുകളുടെ ശേഖരവുമായി സംഗീത ബാഗ് തൃശൂർ സെന്റ് തോമസ് കോളേജ് റോഡിലെ ആമ്പക്കാടൻ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. ചലച്ചിത്ര താരം അനുപമ പരമേശ്വരൻ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ബാബു എം പാലിശ്ശേരി MLA ആദ്യ വിൽപ്പന നടത്തി. മേയർ രാജൻ ജെ പല്ലൻ, കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് പ്രസിഡന്റ് ജോസഫ് ചാലിശ്ശേരി, സ്ഥാപന ഉടമ ജോബ് കൊള്ളന്നൂർ എന്നിവർ സന്നിഹിതരായിരുന്നു. 28 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള സംഗീത ബാഗ്സിന്റെ 4ാമത് ഷോറൂമാണ് തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. സ്വന്തം കമ്പനിയിൽ രൂപകൽപ്പന ചെയ്ത 800ഓളം മോഡലുകളിലുള്ള ലേഡീസ്, ജെന്റ്സ്, ഓഫീസ്, ട്രോളി, സ്കൂൾ, ലാപ്ടോപ്പ്, ഷോൾഡർ, പൗച്ചസ്, സ്യൂട്ട് കേസ്, ജൂട്ട് ബാഗുകളുടെ വൻ ശേഖരം സംഗീത ബാഗ് ഷോറൂമിൽ സജ്ജമാക്കിയിരിക്കുന്നു. മിതമായ നിരക്കിൽ മികച്ച ഗുണമേന്മയുള്ള ജൂട്ട് ബാഗുകളാണ് ഷോറൂം ഉപഭോക്താക്കളിൽ എത്തിക്കുന്നത്. ബന്ധപ്പെടുക 8606294055. ബുള്ളറ്റിൻ തീരും മുൻപ് പ്രധാന വാർത്ത വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാമദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. ചിറ്റിലപ്പിള്ളിയിൽ വൃദ്ധ സഹോദരിമാരെ മന്ത്രവാദിനി ചമഞ്ഞ് മയക്കി കിടത്തി സ്വർണവും പണവും കവർന്ന സ്ത്രീ പിടിയിൽ. തിരുവനന്തപുരം സ്വദേശിനി ഗിരിജയാണ് അറസ്റ്റിലായത്. ജില്ലയിലെ 16 ബ്ലോക്ക് പഞ്ചായത്തുകളും നിലനിർത്തണമെന്ന് LDF ജില്ലാ കമ്മിറ്റി. അഴിമതിക്കെതിരെ 20 നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് സായാഹ്ന ധർണ സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ.
മുല്ലശ്ശേരിയിൽ 2.5 കിലോ കഞ്ചാവുമായി 2 യുവാക്കളെ പാവറട്ടി പോലീസ് പിടികൂടി. തമിഴ്നാട് സ്വദേശി മുരുകൻ, എടക്കളത്തൂർ സ്വദേശി ശരത് എന്നിവരാണ് അറസ്റ്റിലായത്. പിടിയിലായത് കഞ്ചാവ് മൊത്തവിൽപ്പന സംഘത്തിലെ പ്രധാനികൾ. പാവപ്പെട്ടവർക്ക് സമ്പൂർണ്ണ സാമൂഹിക സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് MLA. സാംസ്കാരിക രംഗത്ത് സ്വീകരിക്കേണ്ട സമീപനം വിശാലമാകണമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തെ ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരണമെന്ന ആവശ്യം ഇനിയും സഫലമായില്ല. പുതിയ കെട്ടിടത്തിൽ എല്ലാ വിഭാഗങ്ങളും ഉൾക്കൊള്ളിക്കും വിധത്തിലുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണമെന്ന നിർദ്ദേശവും അവഗണനയിൽ. തൃശൂർ റൗണ്ടപ്പ് സമാപിച്ചു. ശുഭരാത്രി.